നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ഈ പരീക്ഷാ വിശകലന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പൊ സമയം രാത്രി 10:30 പോകുന്നു. നമ്മുടെ ഈ ഒരു അനാലിസിസ് വീഡിയോ വൈകാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS പരീക്ഷയുടെ മെയിൻസിന്റെ ക്ലാസ് ഇന്ന് തുടങ്ങുവായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു വീഡിയോ, നമ്മുടെ അനാലിസിസ് വീഡിയോ ചെയ്യുവാനായിട്ട് സമയം ലഭ്യമായത്. പല കൂട്ടുകാരും മെസ്സേജ് പ്രൈവറ്റ് ആയിട്ട് ഗ്രൂപ്പിലൊക്കെ അയച്ച് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഓരോ ജില്ലയിലും എത്രത്തോളമായിരുന്നു കഴിഞ്ഞ തവണ വന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയുടെ രീതി എങ്ങനത്തതായിരുന്നു, അങ്ങനെയുള്ളൊരു ഈസി പരീക്ഷയായിരിക്കില്ല ഇത്തവണ വരുന്നത്. ഈസി തന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കൂടുതൽ നെഗറ്റീവ് വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഒരുപാട് ചോദ്യങ്ങളിലോട്ട് നിങ്ങൾ പോയി ചെയ്യരുത്, എസ്പെഷ്യലി 90-ന് മുകളിലൊന്നും പോയി ചെയ്യരുത് എന്ന രീതിയിൽ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. പിന്നെയോ ഒരു 80 എണ്ണമൊക്കെ നിങ്ങൾക്ക് ശരിയായിട്ട് അറിയാവുന്നതുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തിയേക്കുക എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എത്രത്തോളം ആളുകൾ അത് ഉൾക്കൊണ്ടു എന്നെനിക്കറിയില്ല. കാരണം നമ്മൾ പറഞ്ഞിരുന്നു വേക്കൻസി എന്ന് പറയുന്നത് ശരാശരി ഒരു 200-150 റേഞ്ചിൽ വേക്കൻസി ഉണ്ടാവും. ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ പലരും മറ്റു പല ലിസ്റ്റിലും ഒക്കെ ഉള്ളതാണതുകൊണ്ട് അവസാനത്തെ റാങ്കുകാരനായി വന്നാൽ പോലും ചിലപ്പോൾ ഭാഗ്യദേവതയുടെ കടാക്ഷം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇന്ന് നടന്ന ഈ പരീക്ഷയെ കുറിച്ച് പൊതുവെ വിലയിരുത്തി കഴിഞ്ഞാൽ പരീക്ഷ ഹാളിൽ വെച്ച് നിങ്ങൾക്ക് തോന്നിക്കണം എത്ര നല്ല പരീക്ഷ അല്ലെ, എത്ര നല്ല പരീക്ഷ എന്ന് തോന്നിക്കണം. എസ്പെഷ്യലി മലയാളവും ഇംഗ്ലീഷും ഒക്കെ അത്യാവശ്യം ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മളിത് ചെയ്തു. അത് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടി. മലയാളവും കിട്ടി, ഇംഗ്ലീഷും കിട്ടി. ആർക്കാ കിട്ടിയത്? എനിക്കാ കിട്ടിയത്. ഞാൻ എങ്ങനെയുള്ള ആളാണ്? അത്രയ്ക്ക് ഈ പ്രഗത്ഭനല്ല പഠനത്തിൽ. അപ്പൊ ഒരു പ്രഗത്ഭനമില്ലാത്ത എനിക്ക് മലയാളവും ഇംഗ്ലീഷും ഇത്രയ്ക്ക് സിമ്പിൾ ആണെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പഠിച്ചണ്ട് വന്നിട്ടുള്ള ആളുകൾക്ക് എത്രത്തോളം ആയിരിക്കാം? ആ ചിന്ത ആദ്യം മനസ്സിൽ വരും. പിന്നെയോ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയാൻ നേരത്തല്ല 80-ന് മുകളിലായിരുന്നതുകൊണ്ട് ഇത് 90-ന് മുകളിൽ മാർക്ക് വാങ്ങിയെങ്കിൽ മാത്രമേ എന്റെ പേര് ലിസ്റ്റിൽ വരികയുള്ളൂ. അതുകൊണ്ട് ഒരു ചോദ്യവും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ചിന്തിച്ച് പരമാവധി ചോദ്യങ്ങൾ ഒരു 95% ആളുകൾ ചെയ്ത് കാണും. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു 15 നെഗറ്റീവ് വന്നിട്ടുണ്ട്. 15 നെഗറ്റീവ് മിനിമം അവർക്ക് വന്നിട്ടുണ്ടാവും. അത് യാതൊരു സംശയമില്ല. 15 അല്ലെങ്കിൽ 20 വന്ന് കാണാൻ ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ ആരെങ്കിലുമൊക്കെ അപൂർവമായിട്ട് മാത്രമേ കാണുകയുള്ളൂ. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും വരിക? ഒരു 95 ഒക്കെ ചെയ്ത ആളിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 15 നെഗറ്റീവ് വന്ന കണക്കാക്കുക. 15 പോകുമ്പോൾ തന്നെ എത്രയായി? 80 വരികയാണ്. പിന്നെ അതിൽ നിന്ന് ഒരു 5 കൂടി പോയാലോ 75 വരികയാണ്. അപ്പോ പലർക്കും മാർക്ക് ഇന്നത്തെ പരീക്ഷയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സത്യസന്ധമായിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാര്യം നെഗറ്റീവുകൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട് കുറേയധികം ആളുകൾക്ക്. പരീക്ഷ ഈസി പരീക്ഷയായിരുന്നില്ല, ടഫ് തന്നെയായിരുന്നു പരീക്ഷ. കാര്യം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പരീക്ഷ പല ജില്ലകളിലായിട്ടാണ് നടന്നത്. പല ജില്ലക്കാർക്കും പരീക്ഷ ഉണ്ടായിരുന്നു. പല ജില്ലകളിലുള്ള ആളുകളുടെ പരീക്ഷകളുടെ മാർക്ക് നിലവാരവും ഒക്കെ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും ആശങ്കയുണ്ട്. അപ്പൊ നമുക്ക് 2 റേഞ്ചിൽ നമുക്ക് ഈ ജില്ലകളെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന് കട്ട് ഓഫ് ഉയർന്നു വരുവാനും നിയമനങ്ങൾ കൂടുതൽ നടക്കുവാനും സാധ്യതയുള്ള ജില്ലകൾ എന്ന രീതിയിൽ ഈ കാണുന്ന 7 ജില്ലകളെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഏതൊക്കെയാണ് ജില്ലകൾ? ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കണ്ണൂര്, കോഴിക്കോട്. ഇനി താരതമ്യേന നിയമനം ഒരൽപ്പം കുറഞ്ഞേക്കാൻ ചാൻസ് ഉള്ള ജില്ലകൾ എന്ന് പറയുന്നത് ഇതാണ്. ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂര്, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ്. ഈ ജില്ലകളിൽ താരതമ്യേന നിയമനം കുറവായിരിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ 2 കാറ്റഗറിയിൽപ്പെട്ട ജില്ലകൾക്കും ഒരേപോലെയുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആയിരിക്കുകയില്ല. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നതിൽ വ്യത്യാസം വരും. അപ്പോൾ 2 വിഭാഗത്തിനും 2 തരത്തിലായിരിക്കാം കട്ട് ഓഫ് ഉണ്ടാവുക എന്നാണ് ഫാസിസ് അക്കാഡമിയുടെ ഒരു നിഗമനം. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് എന്നീ കൂടുതൽ നിയമനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഉയർന്ന കട്ട് ഓഫ് മാർക്കുകൾ കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്ന കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയ ഈ ജില്ലകളിലെ മാർക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ഏകദേശം ഒരു 70-75 മാർക്ക് ഈ ജില്ലകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കട്ട് ഓഫ് മാർക്കിൽ നിങ്ങൾ ഉണ്ടാവും. ഒരു 70-75 മാർക്കിന്റെ ഇടയിൽ ആ കട്ട് ഓഫ് മാർക്ക് വരുവാനാണ് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ
കോഴിക്കോട് എന്നീ ജില്ലകളിലുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി ഇപ്പുറത്ത് നോക്കിയാലോ, നമ്മുടെ ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നമ്മൾ നോക്കിയാൽ ഏകദേശം എത്രത്തോളം മാർക്ക് ആയിരിക്കാം ഇവിടെ കട്ട് ഓഫ് വരാൻ സാധ്യത എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇവിടെ എങ്ങനെയായിരിക്കാം സാധ്യത? ചില ചോദ്യങ്ങളൊക്കെ നെഗറ്റീവും ഡിലീഷനും ഒക്കെ ഉണ്ടാകും നമുക്ക് കണക്കാക്കാം. എന്നിരുന്നാൽ തന്നെയും ഏകദേശം എത്രത്തോളം മാർക്കിന്റെ ഉള്ളിൽ ഇത് വരാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പത്തനംതിട്ട അല്ലെ, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 65 മുതൽ 70 മാർക്ക് വരെയുള്ള ഒരു റേഞ്ചിന് ഉള്ളിലായിരിക്കാം ഈ പറയുന്ന ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിനകത്താണ് വരാൻ സാധ്യത. അപ്പോൾ ഇന്ന് നടന്ന 21/6/2025 നടന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ഫാസിസ് അക്കാഡമിയുടെ നിഗമനത്തിൽ ഇങ്ങനെയാണ്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഏകദേശം ഒരു 70-75 മാർക്കും, അതേപോലെ ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒരു 65-70 മാർക്കിന്റെയും ഇടയിൽ നിൽക്കുവാനാണ് സാധ്യത എന്നുള്ളതാണ് ഫാസിസ് അക്കാഡമിയുടെ നിഗമനം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരീക്ഷാ വിശകലനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.